ഇടുക്കി ജലവൈദ്യുതി പദ്ധതിക്ക് വേണ്ടി കുടിയിറക്കിയവർക്ക് ഭൂമി നൽകിയത് അയ്യപ്പൻകോവിലിലായിരുന്നു. എന്നാൽ ഇവിടെ യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും സർക്കാർ ചെയ്തു കൊടുത്തിരുന്നില്ല. അതിൽ പ്രധാനമായും അയ്യപ്പൻകോവിലിൽ നിന്നും മറ്റു സ്ഥലങ്ങളിലേക്കുള്ള ഗതാഗതത്തിനായി ഒരു പാലം എന്ന ആവശ്യമാണ്. ഇതിനായി നാട്ടുകാർ പതിറ്റാണ്ടുകളായി സമരരംഗത്തുമായിരുന്നു. ഇടുക്കി ജലാശയത്തിൽ ജലനിരപ്പ് ഉയർന്നാൽ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് മുളച്ചങ്ങാടമായിരുന്നു പുറം ലോകത്തെത്താനുള്ള ഏകമാർഗം. ഇവിടുത്തെ ആളുകളുടെ കാലങ്ങളായിട്ടുള്ളൊരു ആവശ്യമാണ് ഒരു പാലം നിർമ്മിക്കണമെന്നുള്ളത്. കഴിഞ്ഞ വർഷം വരെ ഇവിടെ ചെങ്ങാടത്തിലൂടെ പെൺകുട്ടികളടക്കമുള്ള വിദ്യാർത്ഥിനികൾ അപകടകരമായ സാഹചര്യത്തിൽ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനൊക്കെയാണ് ഇപ്പോൾ ഈ പാലത്തിലൂടെ മാറ്റം ഉണ്ടായിരിക്കുന്നത്. ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്നാണ് 2 കോടി രൂപ ചിലവിൽ സർക്കാർ ഇപ്പോൾ തൂക്കുപാലം നിർമ്മിച്ചത്. 200 മീറ്ററാണ് ഇതിന്റെ നീളം. ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലമാണിത്. തൂക്കുപാലത്തിന്റെ പണി പൂർത്തിയായതോടെ ധാരാളം പേർ പാലം കാണാനായി എത്തുന്നു. ഈ പാലം പണി പൂർത്തിയായതോടെ കാഞ്ചിയാർ, അയ്യപ്പൻകോവിൽ എന്നീ 2 പഞ്ചായത്തുകൾ തമ്മിലുള്ള യാത്രാ ദുരിതത്തിനാണ് പരിഹാരമായത്. അയ്യപ്പൻകോവിലിലെ ആദിവാസികൾ ഉൾപ്പെടെയുള്ള സമൂഹത്തിന്റെ സ്വപ്നമാണ് പാലത്തിലൂടെ ഇപ്പോൾ മറുകരയെത്തി നിൽക്കുന്നത്. ഇടുക്കിയിൽ നിന്നും ക്യാമറാമാൻ സിജു വാഗമണ്ണൊപ്പം ബിജു തറയിൽ, മീഡിയ 1.